മുൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് 2024 പാരീസ് ഒളിമ്പിക്സിലെ അവരുടെ അസാധാരണമായ പ്രകടനത്തിന് ഹരിയാന സർക്കാർ നൽകിയ 4 കോടി സമ്മാനത്തുക. യുവാക്കളുടെ മികച്ച പരിശീലനത്തിനായി ഒരു സ്ഥാപനം തുടങ്ങാനായിട്ടുള്ള ഒരു പദ്ധതിയുണ്ടെന്നുള്ള രീതിയിലുള്ള വെളിപ്പെടുത്തലുകളുമായി ഇപ്പോൾ അവർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 2024 പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ഒരു വലിയ മെഡൽ പ്രതീക്ഷയായിരുന്നു വിനേഷ് ഫോഗട്ട്. അപ്പോൾ സാധാരണ ആൾക്കാരെല്ലാം അവരെ ചെറിയ ചെയ്തിരുന്നത് രാജ്യത്തിന് വേണ്ടി അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം അവരിലൂടെ ഉണ്ടാകും എന്ന രീതിയിലായിരുന്നുവെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ബാക്കിംഗ് കൂടി അവർക്കുണ്ടായിരുന്നു. കാരണം നമുക്കറിയാവുന്നതുപോലെ ഗുസ്തി താരങ്ങളുടെ ഒരു കൂട്ടായ്മ സർക്കാരിനെതിരെ കൂടി പ്രതിഷേധിച്ചതാണ്. അവർക്ക് BJPയുടെ ഒരു നേതാവ്, ഗുസ്തി ഫെഡറേഷൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്നാൽ സർക്കാർ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മാസീവ് പ്രൊട്ടസ്റ്റാണ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അപ്പോൾ പ്രധാനപ്പെട്ട ഗുസ്തി താരങ്ങൾ പലരും ഈ പ്രതിഷേധത്തിലൊക്കെ ഉണ്ടായിരുന്നു. വിനേഷ് ഫോഗട്ട് അതിന്റെ മുന്നണി പോരാളിയുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സർക്കാരിനെതിരെ എന്ന രീതിയിലത്തേക്കുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ കൂടി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു മെഡൽ പ്രതീക്ഷയായിട്ട് അവർ നിൽക്കുന്ന സമയത്താണ് 50 കിലോഗ്രാം വനിതകളുടെ റെസ്ലിംഗ് മത്സരത്തിൽ അവർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു വെള്ളി മെഡൽ അഥവാ സ്വർണത്തിലേക്കുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലത്തേക്ക് വന്നപ്പോൾ അതിനെ രാഷ്ട്രീയ വിജയമായിട്ട് കൂടി നമ്മുടെ നാട്ടിലുള്ള നിരവധി ആൾക്കാർ ആഘോഷിച്ചതാണ്. അതായത് സർക്കാർ ഇവരുടെ സ്വരത്തിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു. കുറ്റാരോപിതനായിട്ടുള്ള ഒരു വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചത്. എന്നാൽ അതിനെതിരെ സധൈര്യം ചേർത്ത് നിന്ന വിനേഷ് ഫോഗട്ട് ഇതാ രാജ്യത്തിന്റെ അഭിമാനമായി മാറുകയാണ് എന്നുള്ള ഒരു പ്രചരണം ആ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാവുകയും ചെയ്തതാണ്. പക്ഷെ പിന്നീട് നടന്നത് നാടക സമാനമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ്. അതായത് നമുക്കറിയാവുന്നതുപോലെ ഒളിമ്പിക്സിന്റെ ഏതൊരു ഇവന്റ് കാറ്റഗറിയുടെയും മത്സരത്തിന് പോകുമ്പോൾ, പ്രത്യേകിച്ച് റെസ്ലിംഗ് പോലെ ഭാരത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു മത്സരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മത്സരാർത്ഥികളുടെ എല്ലാം തന്നെ ഭാരം ഇവർ അളക്കും. അപ്പോൾ അതിന് അനുവദനീയമായിട്ടുള്ള അളവുകളുണ്ട്. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ചെറിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും അയോഗ്യത കൽപ്പിക്കപ്പെടും എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് വിനേഷിന് അനുവദനീയമായതിനേക്കാൾ ഏതാണ്ട് 100 ഗ്രാം വെയിറ്റ് കൂടുതലാണ് എന്ന് കണ്ടത്. 50 ഗ്രാം വെയിറ്റ് കൂടുതലായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുടെ കായിക താരങ്ങളും ഇതേപോലെ തന്നെ അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വിനേഷിന് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നു. അവർക്ക് പകരം മറ്റൊരാൾ ഫൈനൽ മത്സരിക്കുന്നതിന് വേണ്ടി യോഗ്യത നേടുന്നു. അങ്ങനെ അവർ മത്സരിച്ച് ആ ഫലം നിർണ്ണയിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതോടുകൂടി ആൾക്കാർ വീണ്ടും 2 തരത്തിലാണ് നിരാശരായത്. ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർ നമുക്ക് കിട്ടാമായിരുന്ന ഒരു മെഡൽ ഇല്ലാതെയായി എന്ന രീതിയിലത്തേക്കാണെങ്കിൽ, മറ്റു പല ആൾക്കാരും രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനോട് ഒരു സ്കോർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരവസരം അവിടെ ഇല്ലാതെയായി എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം ഉന്നയിച്ചു. ഇങ്ങനെ പൊളിറ്റിക്കലായിട്ട് ഇതിനെ ഉപയോഗിച്ച ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ വിമർശനം ഇവരുടെ ഭാരം ഈ മത്സരത്തിന് മുമ്പ് കറക്റ്റായിട്ട് അവർക്ക് അനുവദനീയമായിട്ടുള്ള ഒരു ഭാരത്തിന്റെ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നതിൽ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള കണ്ടിൻജന്റ് പരാജയപ്പെട്ടു എന്നതാണ്. അതായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണ് എന്നാണ് അതിനെ വ്യാഖ്യാനിച്ചത്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് കാണാനായിട്ട് ആൾക്കാർ ശ്രമിച്ചു. പക്ഷേ വിനേഷ് ഫോഗട്ടിന് അവരുടെ സ്വന്തം വ്യക്തിഗത പരിശീലകനാണ് വേണ്ടത് എന്നുള്ള ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, ഇന്ത്യൻ കായിക മന്ത്രാലയം ഒക്കെ തന്നെ അത് അനുവദിച്ചതാണ്. അങ്ങനെ പല കായിക താരങ്ങൾക്കും അവരുടെ പേഴ്സണൽ ട്രെയിനറെയാണ് അല്ലെങ്കിൽ പേഴ്സണൽ കോച്ചിനെയാണ് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തയ്യാറെടുപ്പിനുൾപ്പെടെ മത്സരവേദിയിലേക്ക് ഉൾപ്പെടെ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോച്ചും വിനേഷും തന്നെ തീരുമാനിക്കേണ്ടിയിരുന്ന ഒരു കാര്യത്തിലാണ് ഈ ഒരു ആരോപണം അനാവശ്യമായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും ഇന്ത്യൻ കായിക മന്ത്രാലയവും കേട്ടത്. അപ്പോൾ അതിന്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം വന്നതോടുകൂടി ഈ പ്രതിഷേധം ഉന്നയിച്ച ആൾക്കാരെല്ലാം തന്നെ വെട്ടിലായിപ്പോയി. അപ്പോൾ ആ ഒരു നിരാശയുടെ പുറത്തായിരിക്കാം ഒരു സമയം വിനേഷ് ഫോഗട്ട് അടക്കം കുറ്റം പറഞ്ഞത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെയാണ്. അതിൽ കൃത്യമായ ഇടപെടൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല, തനിക്ക് കൃത്യമായ പിന്തുണ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം വിനേഷ് അവിടെ ചികിത്സ തേടുന്ന സമയത്ത് അവരെ സന്ദർശിച്ചത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ കൂടി ഭാഗമായിട്ടുള്ള നമ്മുടെ ശ്രീമതി PT ഉഷയാണ്. പക്ഷേ ഇവരൊന്നും തന്നെ കാര്യമായ രീതിയിലത്തേക്കുള്ള പിന്തുണ നൽകിയില്ല എന്നാണ് വിനേഷിന് അന്ന് പരാതി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പരാതി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് കൂടി ഒരു ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയെ പ്രേരിപ്പിച്ചത് എന്ന രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ അന്ന് കേട്ടതാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞു. അവസാനം ഇന്ത്യൻ ഗവൺമെന്റ് അവരോടൊപ്പം നിന്നില്ല എന്ന് പറഞ്ഞിരുന്നതെല്ലാം തന്നെ നുണയാണ് എന്ന് തെളിഞ്ഞതാണ്. കാരണം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെ തന്നെ ഇവരെ അയോഗ്യത കൽപ്പിച്ചിരിക്കുന്ന തീരുമാനത്തിനെതിരെ പരാതി പോയതാണ്. ആ പരാതി പോകുന്ന സമയത്ത് ഫ്രാൻസിലുള്ള ഫ്രഞ്ച് അഡ്വക്കേറ്റ്സിനെയാണ് ഉപയോഗിച്ചതും അവർക്ക് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള നിയമസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് ഹരീഷ് സാൽവെ പോലെയുള്ള
ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റ്സിനെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ ഇതിന് പരാതി പോകുന്നു. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിനേഷിന് എത്ര ഭാരമായിരുന്നോ അധികം, അതിന്റെ പകുതി ഭാരം അധികമായിട്ട് വന്നിരുന്ന ആൾക്കാർ പോലും അയോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്പോട്ട് ഇനമാണ്. അതുകൊണ്ട് തന്നെ ആ പരാതി അവിടെ തള്ളിപ്പോയി. പരാതി തള്ളിപ്പോയപ്പോൾ അതിന് പുറത്തേക്ക് വേണമെങ്കിൽ അവർക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പീൽ അതോറിറ്റി ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചത് അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെയാണ്. പിന്നീട് സാൽവെ തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ പോകാൻ വിനേഷിന് താല്പര്യമില്ല എന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലായി എന്ന്. അപ്പോൾ അപ്പീൽ പോയി കഴിഞ്ഞാലും കൂടുതലായിട്ട് അതിന് പ്രയോജനമൊന്നും ഉണ്ടാകില്ല. അവരുടെ ഭാഗത്ത് തന്നെയുള്ള പരാജയമാണ്, അല്ലെങ്കിൽ അവരുടെ തെറ്റാണ് എന്ന് അവർ മനസ്സിലാക്കി എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് അനുമാനിക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പൊളിറ്റിക്കൽ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം ഉടൻ തന്നെ വിനേഷ് അന്താരാഷ്ട്ര റെസ്ലിംഗ് രംഗത്ത് നിന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം അവർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു. കോൺഗ്രസ് ടിക്കറ്റ് കിട്ടുന്നു. ഹരിയാനയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ജയിക്കുന്നു. അവർ MLA ആയി മാറുന്നു. അപ്പോൾ ഇതിനോടകം തന്നെ ഹരിയാന സർക്കാരിന്റെ ഭാഗത്ത്, ഹരിയാന ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്. അപ്പോൾ BJP ഗവൺമെന്റിന് ഇവരോട് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വിരോധമുണ്ട് എന്നും തന്നെയുമല്ല അത് പ്രത്യക്ഷ രാഷ്ട്രീയ പ്രതിഷേധമായിട്ട് തന്നെ ഒരുപക്ഷെ അത് മാറാൻ സാധ്യതയുണ്ട്, അവരൊരു നിയമസഭാ സാമാജികയായ ഘട്ടത്തിൽ എന്ന രീതിയിലത്തേക്കുള്ള വിമർശനം വന്നിരുന്നതാണ്. പക്ഷേ BJP ഗവൺമെന്റ് അവിടെ ചെയ്തിരുന്നത് എന്താണ്? ഹരിയാനയിൽ നിന്ന് നിരവധി കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പല ആൾക്കാർക്ക് മെഡലുകൾ കിട്ടി. അവരെ എല്ലാം ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹരിയാന സർക്കാരിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. സ്വർണ്ണ മെഡൽ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ 6 കോടി രൂപ സമ്മാനത്തുക നൽകും. വെള്ളി മെഡലാണെങ്കിൽ 4 കോടി രൂപ, വെങ്കലമാണെങ്കിൽ 2.5 കോടി രൂപ. ഇനി ആർക്കും മെഡലൊന്നും കിട്ടിയില്ല എങ്കിൽ പോലും പങ്കാളിത്തത്തിന്റെ പേരിൽ 15 ലക്ഷം രൂപ ഓരോരുത്തർക്കും നൽകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അത് നൽകുകയും ചെയ്തു. എന്നാൽ വിനേഷിൻ്റേത് ഒരു സ്പെഷ്യൽ കേസാണ്. കാരണം വിനേഷിന് അവിടെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളവർക്ക് മെഡലൊന്നും തന്നെ കിട്ടിയില്ല. പക്ഷേ ഈ കഴിഞ്ഞ മാസം ഹരിയാനയിലെ ബജറ്റ് സമ്മേളനത്തിൽ വെച്ച് കായിക താരങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് BJPയുടെ മുഖ്യമന്ത്രി തന്നെയാണ് അവിടെ പറയുന്നത്, വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ അഭിമാനമാണ്, ഹരിയാനയുടെ പുത്രിയാണ്. അപ്പോൾ വിനേഷിൻ്റേതും അവിടെ ഒരു അസാധാരണ പ്രകടനമായിരുന്നു. അവർക്ക് മെഡൽ കിട്ടിയില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ട്. പക്ഷേ എന്ന് കരുതി അവരുടെ പ്രകടനത്തെ ഒട്ടും വില കുറച്ച് കാണാനായിട്ട് ഹരിയാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നിശ്ചയമായും കിട്ടാമായിരുന്നത് ഒരു വെള്ളി മെഡലാണ് എന്നതുകൊണ്ട് ഒരു വെള്ളി മെഡൽ അവർ നേടിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവരെ സർക്കാർ പരിഗണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സാധാരണ വെള്ളി മെഡൽ കിട്ടിയിരിക്കുന്ന ഒരു കായിക താരത്തിന് അവർ കൊടുക്കുന്നത് 4 കോടി രൂപ മാത്രമാണ് എങ്കിൽ ഇവിടെ 3 തരത്തിലുള്ള ഓപ്ഷനാണ് വിനേഷിന് മുന്നിലേക്ക് സർക്കാർ വെച്ചത്. അതായത് സാധാരണ ഒരു വെള്ളി മെഡൽ കിട്ടിയിരിക്കുന്ന ഒരു ജേതാവിന് കിട്ടാത്ത ഒരു ഓഫർ, വെള്ളി മെഡൽ കിട്ടാത്ത, ഒരു മെഡലും കിട്ടാത്ത വിനേഷ് ഫോഗട്ടിന് BJP സർക്കാർ നൽകി. ആ 3 ഓപ്ഷനിൽ ഒന്ന് അവർക്ക് തത്തുല്യമായിട്ടുള്ള 4 കോടി രൂപ പണമായിട്ട് സ്വീകരിക്കാം. രണ്ടാമത്തേത് അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അവർ പറയുന്ന സ്ഥലത്ത് ഒരു പ്ലോട്ട് കൊടുക്കും. മൂന്നാമത്തേത് അവർക്ക് ഒരു ഗ്രേഡ് A ഗവൺമെന്റ് ജോലി നൽകാം. ഇതിൽ ഏത് വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവർക്ക് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം ഈ 4 കോടി രൂപയാണ് നമ്മുടെ ഒളിമ്പിക്സിലെ അഭിമാനമായിട്ടുള്ള നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള ഹരിയാനയിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഈ ചോയ്സ് അവർക്ക് കിട്ടുന്നു. ആ ചോയ്സ് അവരെ ഔദ്യോഗികമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ നിന്ന് ഈ 4 കോടി രൂപ എന്ന ചോയ്സ് ആണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതവർ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഔദാര്യമായിട്ട് ആരും തന്നെ കാണേണ്ടതില്ല. ഇപ്പോൾ BJPക്കാർ പോലും ആ രീതിയിലത്തേക്ക് കാണേണ്ടതില്ല. കാരണം അവരുടെ പെർഫോമൻസിനുള്ള ഗവൺമെന്റിന്റെ ഒരു അംഗീകാരം എന്ന നിലയ്ക്കാണത്. സാങ്കേതികമായിട്ട് അവർ ഡിസ്ക്വാളിഫൈഡ് ആയി. അവർക്ക് അങ്ങനെയാണെങ്കിൽ ആ അവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ, ആ റിവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അവിടെ ഒരു രാഷ്ട്രീയ പ്രതിഷേധം കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ, രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിമർശനം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടോ, ഒരു സ്കോർ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടോ BJP ഗവൺമെന്റ് ശ്രമിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം നല്ല കാര്യമാണ്. അപ്പോൾ അവർ 4 കോടി രൂപ വേണമെന്ന് പറയുന്നു. ആ 4 കോടി രൂപ അനുവദിക്കപ്പെടുന്നു. അപ്പോൾ അതിനുശേഷം അവർ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന് ശേഷം ഒരു വിശദമായിട്ടുള്ള ഒരു പോസ്റ്റ് എഴുതുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പണം അവർ ചൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് എന്നവർ പറയുന്നുണ്ട്. അവർക്ക് ഒരു സ്പോർട്സ് കോംപ്ലക്സ്, ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഹരിയാനയിൽ സ്ഥാപിക്കണം എന്ന് താല്പര്യമുണ്ട്. കൂടുതൽ കായിക താരങ്ങളെ അവിടെ നിന്ന് വളർത്തിയെടുക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തന്നെ ആദരിച്ച, തന്റെ പ്രകടനത്തിനെ അംഗീകരിച്ച ഹരിയാന സർക്കാരിനോട് താൻ എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി അവരും കാണിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് അവർ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിലും BJP സംരക്ഷിക്കുന്നു ചില MPമാരെ, ഈ ഗുസ്തി അസോസിയേഷന്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരെ എന്നുള്ള രാഷ്ട്രീയ വിമർശനം അവർ മുന്നോട്ട് വയ്ക്കുമ്പോഴും കായിക താരങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ കൺസേൺസ് അവർ റേസ് ചെയ്യുമ്പോൾ പോലും അവരോട് അനുഭാവപൂർവ്വം പ്രതികരിച്ചിരിക്കുന്ന ഒരു BJP സർക്കാരിനോട് താൻ കടപ്പെട്ടിരിക്കുകയാണ് എന്നവർ പറയുന്നുണ്ട്. കാരണം നമ്മൾ ഓൺ പേപ്പർ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ യോഗ്യതയില്ല. പക്ഷേ എങ്കിൽ പോലും അവരുടെ പ്രകടനത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വെള്ളി മെഡൽ
തുല്യത അവർക്കുണ്ട് എന്ന് കൽപ്പിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ നീരജ് ചോപ്രയ്ക്ക് കിട്ടിയിരിക്കുന്ന അതേ റിവാർഡ് അവർക്കും കിട്ടിയിരിക്കുന്നത്. തന്നെയുമല്ല അതിന് ചോയ്സും അവർക്ക് കൊടുത്തു. അപ്പോൾ അതവർ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കിട്ടിയ പണം ഇങ്ങനെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കായിക അക്കാദമി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വിനിയോഗിക്കും എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം 4 കോടി രൂപ എന്ന് പറയുന്നത് അതിന് തീരെ അപര്യാപ്തമായിട്ടുള്ള ഒരു തുകയാണ്. ഒരുപക്ഷെ അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിനോ അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ച് വസ്തു അക്വയർ ചെയ്യുന്നതിനോ ഒക്കെ മാത്രമേ ആ പണം ഉപകരിക്കുകയുള്ളൂ. മറ്റുള്ള കുറേയധികം കാര്യങ്ങൾക്ക് വീണ്ടും സ്പോൺസർഷിപ്പ് ഉണ്ടാകണം. അപ്പോൾ ഞാൻ കരുതുന്നത് ഒരുപക്ഷെ ഹരിയാന ഗവൺമെന്റ് തന്നെ അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള പണം അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാം, കൂടുതൽ ആൾക്കാർ അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. ഇനി സ്വന്തം നിലയ്ക്കും അവർക്കത് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിതിൽ മനസ്സിലാക്കുന്നത് ഒരു കായിക ഇനം അല്ലെങ്കിൽ ഒരു കായിക താരത്തിന്റെ ആഗ്രഹം, അതിനോടൊപ്പം പൊളിറ്റിക്കൽ ഡിഫറൻസസ് മറന്നുകൊണ്ട് ഒരു സർക്കാർ നിന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങേയറ്റം ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ രാഷ്ട്രീയമായിട്ട് അവരോട് എതിർചേരിയിലായിരിക്കുന്ന സമയത്തും അവരുടെ ആരോപണങ്ങളെ ഉൾക്കൊള്ളാതിരിക്കുന്ന സമയത്തും സർക്കാർ അത് കാണിക്കുന്നുണ്ട്, അവരോട് അനുഭാവപൂർവ്വം പെരുമാറുന്നുണ്ട്. തന്നെയുമല്ല അവരെ ഹരിയാനയുടെ പുത്രി, ഭാരതത്തിന്റെ പുത്രി, ഭാരതത്തിന്റെ അഭിമാനം എന്നൊക്കെ ഒരു BJPയുടെ മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത് വിനേഷിനോ BJPക്കോ അല്ല, മറിച്ച് ഇതിനെ പൊളിറ്റിക്കലായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്ന കുറേയധികം ആൾക്കാർക്കാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിരാശപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. കാരണം വിനേഷിന്റെ ഭാഗത്ത് നിന്ന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടായില്ല, BJP സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല. അപ്പൊ സ്പോർട്സ് ആത്യന്തികമായി വിജയിച്ചു, ആ ഒരു സ്പോർട്ട് ഐറ്റം വിജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും അതിജീവിച്ചുകൊണ്ട് ആ കായിക താരത്തിനൊപ്പം നിന്ന, അവരുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് ഒപ്പം നിന്ന BJP സർക്കാരിന് തന്നെയാണ് കയ്യടി കിട്ടേണ്ടത്. ഒപ്പം പൊളിറ്റിക്കലായിട്ട് ഇതിനെ കാണാതെ BJPയോട് ഇതെനിക്ക് എന്തോ അർഹത ഉണ്ടായിരുന്ന കാര്യം മാത്രമാണ് ഞാൻ നേടിയെടുത്തത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ലൈൻ പിടിക്കാതെ BJP സർക്കാരിനോട് അവർ നൽകിയിരിക്കുന്ന അംഗീകാരത്തിനും ആദരവിനും നന്ദി പറഞ്ഞുകൊണ്ട് എന്നും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വിനേഷ് ഫോഗട്ടിനും രാഷ്ട്രീയേതരമായി ചിന്തിക്കുന്ന സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് കയ്യടിയാണ് കിട്ടേണ്ടത്. അതല്ലാതെ നിരാശരായി പോകുന്ന ആൾക്കാർ, ഇതിലൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു മൈലേജ് എടുക്കാം എന്ന് ചിന്തിച്ച ആൾക്കാരാണ്. അവർ നിരാശരായി തന്നെ തുടരട്ടെ. ആത്യന്തികമായി നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്. കൂടുതൽ കായിക താരങ്ങൾ ഉണ്ടാകട്ടെ. ഒരുപക്ഷെ വിനേഷ് ഫോഗട്ടിനും BJP ഗവൺമെന്റിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇനിയും നമ്മെ ഒളിമ്പിക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വിനേഷിന് സാധിക്കാതെ പോയത് നേടിയെടുക്കുന്നതിനും ആ അക്കാദമിയിൽ നിന്ന് തന്നെ കൂടുതൽ ആൾക്കാർ ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.